ഹലോ ഗൈസ്, ഇനി ഞാൻ കളിക്കാൻ പോകുന്നത് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ആൻറ്റി ഇൻഫ്ലമേഷൻ ടീ ഒക്കെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു, പിന്നെ ഞാൻ കുറച്ച് ജേണൽ എഴുതി. അതിന് ശേഷം നമുക്ക് എക്സാം ആയിരുന്നു ഗൈസ്. അപ്പോൾ എക്സാമിന് കുറേ പഠിക്കാനുണ്ടായിരുന്നു. പിന്നെ ബാങ്ക് കൊടുക്കാൻ 5:10 ബാങ്ക് കൊടുക്കും. അതുകൊണ്ട് ഞാൻ വെള്ളം ഇങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ കോളേജിൽ പോകാൻ റെഡിയായി. എൻ്റെ മുഖം എന്താണെന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് വിചാരിക്കുന്നേ ഇല്ല. ഞാൻ റെഡി ആവുന്ന പോലെ റെഡി ആവുകയാണ്. അതുകൊണ്ടാണ്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ ഞങ്ങൾക്ക് OG ആണ് കേട്ടോ പോസ്റ്റിംഗ്. OG മീൻസ് ഗൈനക്കോളജിയാണ് പോസ്റ്റിംഗ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിലിരുന്നു. ഞങ്ങളുടെ സീനിയേഴ്സാണ്, ഫൈനൽ ഇയേഴ്സാണ് ഫ്രണ്ടിലിരിക്കുക. ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉണ്ട് എൻ്റെ ഫ്രണ്ട് ഐഷ ഇങ്ങനെ ഇവിടെ വേറെ ബിസിനസ് ചെയ്യുന്നു. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവിടെ നമ്മളിങ്ങനെ എഴുതി കാണിക്കട്ടെ ഇത് സർജറിയാണ് നടക്കുന്നതെന്ന്. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ നല്ല മഴക്കോളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്യുന്നു. ദേവരാജ് പറഞ്ഞു മഴ പെയ്യൂലെന്ന്. അങ്ങനെ ഞങ്ങൾ കോളേജിലെത്തി. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനൊരു ബസ്സുണ്ട്. ഹോസ്പിറ്റൽ 2 കിലോമീറ്റർ അപ്പുറത്താണ്. അങ്ങനെ ഞങ്ങൾ ക്ലാസ് ഫോറൻസിക്കിൻ്റെ ക്ലാസ് എങ്ങനെയോ സഹിച്ച് കേൾക്കുമായിരുന്നു. ഈ സാറാണെങ്കിൽ പട്ടി ഷോ ആണ് ക്ലാസ്സിൽ നടത്തുന്നത്. ദേവരാജിൻ്റെ വീഡിയോയിൽ വരാൻ താല്പര്യമില്ല ഗൈസ്. പാത്തോളജി ലാബിലെത്തി ഗൈസ്. ഞാൻ ഭയങ്കര ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് എൻ്റെ ക്യാമറയിൽ വരാൻ വരെ ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ കുറേ ചെടികൾ ശ്രദ്ധിച്ചത്. ഇത്രയും കാലമായിട്ട് ഞാൻ ഈ ലാബിൽ ചെടികൾ കണ്ടിട്ടേ ഇല്ലായിരുന്നു. പുറത്തേക്ക് നോക്കിയപ്പോൾ എന്താ മഴ. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മഴ പെയ്തു ഗൈസ്. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ല ഒരു മഴ ഫീൽ നമ്മളങ്ങനെ പോവുകയാണ് ഗൈസ്. മഴ പെയ്തപ്പോൾ തന്നെ ഭയങ്കര ഒരു ആശ്വാസം. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ മഴ ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു. മഴ നല്ല പെരും മഴയത്ത് ക്ലാസ്സിൻ്റെ ഉള്ളിലിരിക്കാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങ് നനഞ്ഞു. കണ്ടോ, വെള്ളം കോട്ടൊക്കെ നനഞ്ഞ് കുതിർന്നിട്ട് അങ്ങനെ മഴ ആസ്വദിച്ചു. പിന്നെ നോമ്പറക്കാനായി അപ്പോൾ ഓർമ്മ വന്നു. അങ്ങനെ ഞങ്ങൾ ക്രീമി ആയിട്ട് ഒരു നൂഡിൽസൊക്കെ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി. അതും കഴിച്ച് കുറേ കഥകളൊക്കെ പറഞ്ഞിരുന്നു. മഴ പെയ്തുകൊണ്ടാണെന്നറിയില്ല എല്ലാത്തിനും ഭയങ്കര ഇൻട്രസ്റ്റ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇനി ഞങ്ങൾക്ക് ചപ്പാത്തിയും കറിയായിരുന്നു. ആ മഴ പെയ്തതിൻ്റെ ആ ഒരു ഉന്മേഷം അങ്ങോട്ട് പോയി ചപ്പാത്തി കണ്ടപ്പം. അതോടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ടാറ്റാ.